ഞാൻ ഇന്നൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അവിൽ കുതിർത്ത് നനച്ച് വെച്ചത്, ഒരു 5-10 മിനിറ്റ് ഇത് കുതിർത്ത് വെക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി അതൊന്ന് ഉടച്ച് എടുത്ത് വെക്കുക. ഉടച്ചെടുത്ത് വെക്കുക നന്നായി. അത് എല്ലാ കട്ടകളും മാറ്റി നന്നായി ഉടച്ചെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളിയാണ്. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകം, കുറച്ച് പഞ്ചസാര, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ, നാരങ്ങ നീര്, കപ്പലണ്ടി, ഞങ്ങൾ നിലക്കടലാന്ന് പറയും, കപ്പലണ്ടി, കുറച്ച് മല്ലിയില. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് ഒരു ഗ്യാസ് കത്തിക്കാം. ഒരു ചീനച്ചട്ടി അടുത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിയയുടൻ അതിലോട്ട് ജീരകം ഇടാം. കടുക് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിത്തുടങ്ങി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചേർക്കുക. ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം. അതും ഒന്ന് പൊട്ടിയയുടൻ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നിലക്കടലയിടാം. അത് കപ്പലണ്ടിന്ന് ഞങ്ങൾ നിലക്കടല എന്ന് പറയുന്നത്, കപ്പലണ്ടിന്ന് പറയാം. കപ്പലണ്ടി നന്നായി ഒന്ന് വഴറ്റുക. അതൊന്ന് കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സവാള ഇടാം. അതിനകത്ത് ഒന്ന് നന്നായി വഴറ്റട്ടെ. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ കരിയാതെ നോക്കണം. കരിയുന്നതിന് മുമ്പേ നമുക്ക് സവാള ഇടാം. കുറച്ച് തീ കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. കപ്പലണ്ടി കുറച്ച് കൂടുതലിട്ടാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് കപ്പലണ്ടി കൂടുതലിടാം, അല്ലാത്തവർ കുറച്ചിട്ടാലും മതി, കുഴപ്പമില്ല. കുറച്ച് മൂത്ത് തുടങ്ങി, കപ്പലണ്ടി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള ഇടാം. സവാള ഇട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് അതിനകത്തേക്ക് ഉപ്പിടുക. ഉപ്പിട്ട് കഴിയുമ്പോൾ അത് സവാള നന്നായിട്ട് വഴണ്ടി വരും. നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. തീ കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കുറച്ച് കറിവേപ്പില ഇടാം. നമുക്ക് ഇതിൻ്റെ കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീ കൂട്ടി വെച്ചാൽ അത് മൊത്തത്തിലങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് എപ്പോഴും വെക്കേണ്ടത്. ഉള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. വൈകിട്ടത്തെ ചായയൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഡിഷാണിത്. സവാളയൊക്കെ മൂത്ത് തുടങ്ങി. ഇത്രയും മതി.
എടുത്ത് വെച്ചത് നാരങ്ങാ നീര് അത് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങാ നീര് വെച്ച് ഒന്ന് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റുക. അതിൻ്റെ കൂടെ പച്ചമുളക് ഇടും. ഇതിനകത്ത് കായപ്പൊടി വേണമെങ്കിലും ചേർക്കാം. കായത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ കായപ്പൊടിയൊന്നും ചേർത്തില്ല. ആവശ്യമെങ്കിൽ കായപ്പൊടി ചേർക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല മാറി വന്നിട്ടുണ്ട്. സവാളയുടെയും നിലക്കടലയുടെയും പച്ചമുളക് ഇതൊക്കെ ഇട്ടപ്പോൾ നല്ല കാണാനും ഒരു നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കളർ കൂടുതൽ ആവശ്യമെങ്കിൽ കളർ കൂടുതലിടാം. അല്ല, ഒരു സ്പൂൺ ഇട്ടാലും മതി കളറിന് ഒരു ചേഞ്ചിന് വേണ്ടി. കുറച്ചുകൂടി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ, കൂടുതലായി പോകരുത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് നോക്കണം ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്ന്. ഉപ്പിരിപ്പുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച അവിൽ, വെളുത്ത അവിൽ തന്നെ ഉപയോഗിക്കണം ഇതിന്. നമ്മുടെ നാട്ടിലത്തെ അവിൽ അത് നല്ല ഇതാണ് ഏറ്റവും നല്ലത്. കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് അവിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മഞ്ഞ നല്ല കളർഫുള്ളായിരിക്കുകയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. എല്ലാം കൂടി യോജിപ്പിച്ച് ഇതിൻ്റെ അടിവശത്ത് ഒട്ടിപ്പിടിച്ചേക്കും. അതൊക്കെ നന്നായി ഇളക്കിയെടുക്കണം. അത് ചുവട്ടിൽ പിടിച്ചു പോകുന്നത് വേണ്ട. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഞാൻ നന്നായി എല്ലാം മിക്സ് ചെയ്ത് ഇത് ഉപ്പ് വേണമെങ്കിൽ ഇടാം, നോക്കിയിട്ട് ഉപ്പിടാം. പക്ഷേ ഇതെനിക്കിപ്പം അളവ് കണക്കായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയിലയിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നല്ല ആവി വരും. ഇത് ഞാനൊന്ന് അടച്ചു വെക്കട്ടെ. ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ചിട്ട് ആവി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഇത് മെല്ലെ ഒന്ന് ഇളക്കിയതുണ്ട്. ആവി നന്നായി വരുന്നതുണ്ടോ, നല്ലതായി ആവി വന്നു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ പാകം. നന്നായി ഇളക്കി അത് എല്ലാം അടിയിൽ നിന്നെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കും. ഇളക്കി വെച്ച് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിയില, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
മല്ലിയില കൂടുതലും നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് പെട്ടെന്ന് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല രുചിയായിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് മാറ്റം വരും. അതുകൊണ്ട് എപ്പോഴും ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്കും വലിയ ആൾക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഇത്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ഒഴിക്കാം. പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ച് ചൂടോടെ കഴിക്കാം. പിന്നെ ഇത് ഒരു മഹാരാഷ്ട്രൻ വിഭവമാണ്. പോഹ എന്ന ഇതിൻ്റെ പേര്. പിന്നെ ഇനി നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത റെസിപ്പി ഉടനെ ഇടുന്നതായിരിക്കും.